വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ജോ. ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ഡാമേജ് ആയിപ്പോയ LED ബൾബുകൾ. നമ്മൾ അന്നേരം അത് കളഞ്ഞിട്ട് നമ്മൾ അന്നേരം വേറെ പുതിയ LED ബൾബുകൾ വാങ്ങാറാണ് സാധാരണ. അപ്പോൾ നമുക്ക് ആ കളയുന്ന LED ബൾബുകൾ ഒരു 25 രൂപയിൽ താഴെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്തെടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ബൾബ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടതൊരു സോൾഡറിങ് അയണാണ്, പിന്നെ സോൾഡർ ചെയ്യാനുള്ള ലെഡ്, സോൾഡർ ചെയ്യുന്ന ഫ്ലെക്സ്, പിന്നെ DOB. ഈ ഒരു LED പാനൽ, ഇതിൻ്റെ ഒരു പാനലിൻ്റെ പേരാണ് DOB എന്നാണ്. ഇതൊരു 25 രൂപയിൽ താഴെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നൊരു സാധനമാണിത്. DOB എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവും, ഇവിടെ 12 വോൾട്ടിൻ്റെ ഉണ്ട്, 9 വോൾട്ടിൻ്റെ ഉണ്ട്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് പവറിലുള്ള വ്യത്യസ്തമായ 2 പവറിലുള്ള DOBകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്രയുമാണ് നമുക്കൊരു LED ബൾബ് റിപ്പയർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പം അടുത്തായിട്ട് നമുക്ക് ഈ ഒരു LED ബൾബിൻ്റെ ഇതാണ് ഡിഫ്യൂസർ എന്ന് പറയുന്ന ഒരു പാർട്ട്. ഈ ഒരു ഡിഫ്യൂസർ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡിഫ്യൂസർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കും, ഇവിടെ നല്ല ടൈറ്റ് ആയിരിക്കും. നല്ല കമ്പനി ബൾബൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇവിടെ ശരിക്ക് പിടിച്ച് ഇവിടെ നല്ല ശരിക്കും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പ്രസ് ചെയ്ത് പോകണം. നല്ല ബലത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ചുറ്റും പ്രസ് ചെയ്യുക. ഇങ്ങനെ ശരിക്കും ചുറ്റും ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് റൗണ്ട് ആകുമ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് ലൂസായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിലിങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതിലിങ്ങനെ വലിക്കുക. അന്നേരം ഇതിങ്ങനെ അഴിഞ്ഞ് വരും. അപ്പോൾ ഡിഫ്യൂസർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിനുള്ളിലുള്ളത് ഇതാണ് ഒരു LED പാനൽ ബോർഡ്. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂ കൊണ്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് സിങ്കിൽ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ LED ബോർഡ്. അപ്പോൾ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ സ്ക്രൂ നമുക്കൊരു ടെസ്റ്ററും കൊണ്ട് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുക. ഇതാണ് ഈ പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഇത് നല്ല കമ്പനി ബൾബൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ടാവുള്ളൂ. ചില ലോക്കൽ ബൾബുകളുണ്ട് ഈ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ പാർട്ടില്ലാതെ ഇത് മാത്രമുള്ള ചില ബൾബുകൾ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സോൾഡറിങ് അയൺ നേരത്തെ തന്നെ നമ്മൾ ഓണാക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് ഹീറ്റ് ആകില്ല. ഹീറ്റ് ആയതിനു ശേഷം സോൾഡറിങ് അയൺ ഇവിടുന്ന് മുട്ടിക്കുക. അപ്പോൾ ഇതിങ്ങനെ മുട്ടുമ്പോൾ തന്നെ ആ ലെഡ് അങ്ങ് ഉരുകിയിട്ട് ആ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വയർ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ പാനൽ അങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി ഈ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചാലൊന്നും വരില്ല, അതവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ലേശം ടൈറ്റ് ഉണ്ടോ, അപ്പം വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൊളുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ സൈഡിൽ കൊണ്ടതിന് ശേഷം അവർ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ചിരണ്ടി കളയണം. അതിങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് ചിരണ്ടുക. എന്തെങ്കിലും ആണിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ കൊണ്ടിങ്ങനെ ഒന്ന് ചിരണ്ടിയതിന് ശേഷം ഈ നടുക്കത്തെ ഹോളിലേക്ക് നമ്മൾ ഈ കൊളുത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ കൊളുത്തിൽ നമ്മളൊന്ന് പുള്ളി ചെയ്യുക. നമ്മളിങ്ങനെ നല്ല ബാറിൽ വലിക്കണമെങ്കിലേ വരുവുള്ളത്. പുള്ളി ചെയ്തപ്പം നമുക്കത് ഊരി കിട്ടി. അതിനുശേഷം ഇത് മാറ്റി വെക്കുക. ഈ ഹീറ്റ് സിങ്ക് നമുക്ക് ആവശ്യമുള്ളതാണ്, അതും ഭദ്രമായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഈ ഉള്ളി കണ്ടോ ഈ ഒരു ബോർഡ് നമുക്ക് ഇനി ആവശ്യമില്ല. ഈ ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ബോർഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ 2 നോബ് കണ്ടോ. അപ്പോൾ ഈ 2 സ്ഥലത്തും ഇത് ലെഡ് വെച്ചിട്ട് ഇത് പാക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് അയൺ കൊണ്ട് ഈ ലെഡ് ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ഈ ഡ്രൈവർ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഡ്രൈവറിൽ പുറത്തോട്ട് ഇങ്ങനെ പുൾ ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക്
ഒന്നുകൂടെ ഇവിടെ നിന്ന് സോൾഡർ ചെയ്യാൻ മുട്ടിക്കാം. അപ്പം അങ്ങനെ മുട്ടിച്ചപ്പോൾ തന്നെ ഇത് ഊരി വന്നു. അപ്പം ഇത് മാറ്റി വെക്കുക. നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇത് വെക്കേണ്ട ഹോൾ, ഇവിടുത്തെ ആ വയറുകൾ കയറ്റി വെക്കേണ്ട ഹോളൊന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഈ സോൾഡറിങ് അയൺ വെച്ച് തന്നെ അതൊന്ന് ക്ലിയർ ആക്കാം. ഈ ലെഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ഹോള് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മൊനയുള്ള എന്തെങ്കിലും എടുത്ത്, ഞാൻ ഇവിടെ കത്രികയാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു മൊനയുള്ള ഇത് കൊണ്ട് നമുക്ക് ആ ഹോളൊന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഹോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഹോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് ആ 2 ഹോളുകൾ കാണാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കട്ടി കുറഞ്ഞ ഇങ്ങനെ സോൾഡറിങ് പാക്കറ്റ് വയറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയുള്ള 2 വയർ എടുക്കുക. അതിനുശേഷം അതിൽ ഒരെണ്ണം എടുക്കുക, ഒരു വയർ കറക്റ്റ് അങ്ങനെ ഓരോ വയറായിട്ട് എടുത്തിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് ഇതിനുള്ളിലൂടെ കടത്തി വിടുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ആ വയർ ഇവിടെ വന്നു, ആ കേബിള് ഇവിടെ വന്നു. അതിനുശേഷം ഇവിടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം സോൾഡറിങ് അയൺ എടുക്കുക. സോൾഡറിങ് അയണിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ആ വയറിൻ്റെ അറ്റത്തൊന്ന് ഫ്ലെക്സ് ഒന്ന് മുട്ടിക്കുക. അതിനുശേഷം അതിവിടെ കൊണ്ടുവന്ന് മടക്കുക. ഓക്കെ, അതിനുശേഷം സോൾഡറിങ് അയൺ എടുത്തിട്ട് ഈ ലെഡിൽ ഇങ്ങനെ മുക്കി ലെഡ് കുറച്ച് സോൾഡറിങ് അയണിലേക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് മുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വയർ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അടുത്ത വയർ നമ്മൾ എടുത്തു, അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലൂടെ കടത്തി വിട്ടു. അതിനുശേഷം ഫ്ലെക്സിൽ മുക്കി ഇവിടെ വെച്ച് മടക്കി സോൾഡറിങ് അയൺ എടുത്തു. അതിലേക്ക് ഒരു ഡ്രോപ്പ് ലെഡ് നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ഇതുപോലല്ലോ, അന്നേരം ശരിക്കും അവിടെ ആ നോബ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയ സോൾഡറിങ്, ഇപ്പം ലെഡ് ആയതുകൊണ്ടാണ് ഞാൻ സോൾഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മടക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ശരിക്കും നല്ലോണം ലെഡ് അവിടെ നിന്നിട്ട് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ പഴയതുണ്ടായിരുന്ന പോലെ ആയില്ലേ? അതുപോലെ വീണ്ടും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് മടക്കുക. നല്ലോണം ഇങ്ങനെ ലെഡ് ഇങ്ങനെ മടക്കി എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നോബിൻ്റെ ബേക്ക് ഭാഗം ഹോൾഡറിൻ്റെ ഇതിന് B22 ക്യാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ആ ക്യാപ്പിൻ്റെ 2 നോബും ഇപ്പം ക്ലിയറായി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി ഉള്ളിലാണ്. ഓക്കെ, ഈ ഉള്ളിലെ ഈ 2 വയർ നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച ഹീറ്റ് സിങ്ക് എടുക്കുക. ആ ഹീറ്റ് സിങ്കിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലൂടെ ഈ 2 വയറും പുറത്തേക്ക് ഇടുക. ഇങ്ങനെ ഇടുക. 2 വയർ ഇങ്ങനെ പുറത്തോട്ട് ഇടുക. അതിനുശേഷം ഈ ഹീറ്റ് സിങ്ക് ഇവിടെ ശരിക്കും പ്രസ് ചെയ്ത് ഈ ഹീറ്റ് സിങ്ക് അവിടെ ഉറപ്പിക്കുക. അതിനുശേഷം നമ്മുടെ DOB ഈ ബോർഡ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 12 വോൾട്ടിൻ്റെ ആണ് ഇപ്പോൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇത് എടുക്കുക. ഇതിൻ്റെ നടുക്കത്തെ ഹോളിലൂടെ ഇതിനെ ഇങ്ങനെ കയറ്റി വിടുക. അതിനുശേഷം ഇവിടെ 2 ഹോളുണ്ട്, നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ഹോള്. ആ ഹോളിൽ കറക്റ്റായി വെച്ചിട്ട് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച ആ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ടെസ്റ്റിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഹോളും ചിലപ്പോഴേ കിട്ടുള്ളൂ. അപ്പം ഇപ്പം ഞാൻ തൽക്കാലം ഒരു ഹോള് മാത്രമേ, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഹോള് മാത്രമേ ഞാൻ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വയറിൻ്റെ ഇത്രയും നീളത്തിൽ വെച്ചിട്ട് വയർ കട്ട് ചെയ്യുക. ഞാനിവിടെ ഇതിൻ്റെ 2ൻ്റെ സ്ലീവ് കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ 2ൻ്റെ എൻഡ് ഒന്ന് നമുക്ക് ഫ്ലെക്സിലൊന്ന് ടച്ച് ചെയ്യും. അതിനുശേഷം ഈ ബോർഡിൽ DOB കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ DOB NL, ഇവിടെ 2 ഉണ്ട്, LN. ഈ 2 പോർട്ടിലേക്കാണ് ഈ 2 വയറുകൾ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവിടെ N എന്നൊരു സ്പോട്ടുണ്ട്, L എന്നൊരു സ്പോട്ടുണ്ട്. ആ 2 സ്പോട്ടിലേക്ക് നമ്മളൊന്ന് സോൾഡർ ചെയ്യാൻ വേണ്ടി പോകണം ഈ വയറുകൾ. അപ്പം ഇതിങ്ങനെ മടക്കി പിടിച്ച്
കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ സോൾഡറിങ് അയൺ എടുക്കുക. സോൾഡറിങ് അയണിൻ്റെ എൻഡിലേക്ക് ഒരു നോബ്, ഒരു ഡ്രോപ്പ് ലെഡ് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ആ ഡ്രോപ്പ് ഇവിടെ മുട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അവിടെ സോൾഡറായി. അതിനുശേഷം വീണ്ടും അതേപോലെ ഒരു എല്ലില് നമ്മൾ കൊണ്ടുവെക്കുന്നു. ആ വയറവിടെ ടച്ച് ചെയ്ത് വെക്കുന്നു. ഒരു ഡ്രോപ്പ് ലെഡ് എടുത്തു, അവിടെ മുട്ടിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അവിടെ നമ്മൾ രണ്ട് സ്ഥലത്തും അവിടെ സോൾഡർ ചെയ്തു. നമുക്കിനി ബൾബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത ആ ഒരു റിപ്പയർ ചെയ്ത LED ബൾബാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹോൾഡറിലേക്ക് ഇട്ടിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഹോൾഡർ ഇട്ടപ്പോൾ തന്നെ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല വെട്ടമുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡിഫ്യൂസറുണ്ട്. ഇതൊരു ഡിഫ്യൂസറാണ്. ഈ ഒരു ഡിഫ്യൂസർ നമ്മൾ ആദ്യമായി അഴിച്ചെടുത്ത ഡിഫ്യൂസർ നമുക്ക് ഇതിലേക്കൊന്ന് ഇടാം. അപ്പോൾ ഡിഫ്യൂസർ ഇങ്ങനെ വെക്കുക, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ബൾബ് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പം റിപ്പയർ ചെയ്ത ബൾബാണ്, നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ,